കാർലോ ആണോ ഇത്? കാർലോ നീ അങ്ങ് സുന്ദരനായി കേട്ടോ. ആ കേക്കെ മുകളിലോട്ട് നോക്കൂ വേണം. കേക്ക് നിങ്ങൾക്ക് നമ്മളെ പോലെ മുണ്ടൊക്കെ എടുത്തോണ്ട് നടന്നൂടെ? പൊന്നിയൊക്കെ ഈ ചുരിദാറൊക്കെ ഒന്ന് മാറ്റി ഒരു കലം കൂടെ മേടിക്കട്ടെ. ഒരു കക്ഷത്തെ വെച്ചൊരു നാടോടി നിർത്ത കളിക്കാൻ. ഇതെന്ത് കോലം ഇത്? ഞാൻ ഇറങ്ങണോ? നിങ്ങൾ ഇറങ്ങിക്കോട്ടെ. എന്നെ കണ്ടപ്പോ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ പാപ്പ. മോനെ പിന്നെ കൊറേ നാളെ ഇത് കാർലോ ആണോ ഇത്? ഏടാ കൊച്ചു കഴിവേറി, നീ ഇത്രയും നാടോടെ ഉണ്ടായിട്ട് നമ്മളിന്ന് വിളിച്ചോ? നീ ഞാനിവിടെ ജീവനുണ്ടോന്ന് ചോദിച്ചോ? നീ ഞാൻ കാണാറുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ കമ്പനി നമ്മള് കുറച്ച് ബിസിനസ് ഡീൽസും നിങ്ങൾക്കൊക്കെ ഇങ്ങനെ നടന്നാ പോരെ? നമ്മളല്ലേ പൈസ ഉണ്ടാക്കണ്ടേ? നിങ്ങളുടെ ഇത് കണ്ടായിരുന്നു ഡാൻസ് ഒക്കെ. അതൊക്കെ ലീക്കായോ? ഇത് കേക്ക് കേട്ടോ കാർലോ, ഇത് കേക്ക് കേട്ടോ. നിങ്ങൾ ഇതല്ലേ പറഞ്ഞു, നിങ്ങളിപ്പോ പൂക്കിയായല്ലോ. നമ്മള് ഇടയ്ക്കൊക്കെ ചന്ദ്രനുമായിട്ട് നമുക്ക് അവരെ നിർബന്ധത്തിലല്ലേ? അതെ ഇത് കാർലോ മോനെ, ഇത് മിസ്റ്റർ കേക്ക്. എനിക്കറിയാം. ഇത് യാസ്മിൻ. യാസ്മിനെ അറിയാം. അപ്പൊ പിന്നെ അധികം നേരം എല്ലാരും അറിയാവുന്ന സ്ഥിതിക്ക് ഇത് പരിചയപ്പെടുത്തുമ്പോ ആദ്യം പറഞ്ഞുവിടും. എന്റെ എനർജി വേസ്റ്റ് ആവത്തില്ലായിരുന്നല്ലോ കാർലോ. ഇത് ആദ്യം അറിയാമെങ്കിൽ നിനക്ക് അങ്ങ് പറഞ്ഞുവിടായിരുന്നു ഇവരെ അറിയാന്ന്. ഞാൻ ഒരുമാതിരി നാണം കിട്ടില്ല ഇവിടെ. അങ്ങനെയല്ലേ ജോക്കി പരിചയപ്പെടുത്തി വരുമ്പോ നമുക്ക് നിങ്ങളുടെ ഗ്യാങ്ങിലുള്ള എല്ലാരും ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? ഇതെന്താണിത്? കണ്ടോ ഈ പുള്ളിക്കാരൻ റെഡ് വികൃത രൂപല്ലേ ഇത്? തൃക്കാവടിയോ? അവന്റെ പേര് തൃക്കാവടി. തൃക്കാവടി W സിംഗിൾ ആണ്. ഞാൻ ഗേ അല്ല. അങ്ങനെയല്ല, അത് അവന്റെ ഒരു മോട്ടോ വേണം. അത് പറഞ്ഞു വരുമ്പോ അത് വയലങ്ങ് വന്നുപോയി. ആണല്ലേ തൃക്കാവടി? കൊള്ളാം. കാര്യങ്ങളിലേക്ക് നല്ലൊരു കേട്ടപ്പോ നല്ല തെറി പോലുണ്ട്. തൃക്കാവടി ജോണി മാമൻ, ജോക്കി മാമൻ, മുയൽ ഒന്നിങ്ങോട്ട് വരും. മുയലായിട്ട് വരാനോ? മുയലിനൊക്കെ ഇവിടെ പോയി പിടിക്കാനാ? മുയലില്ല കേട്ടോ. മുയലുണ്ട്. ഓ ഇന്നെ ഇപ്പൊ മുയലെന്നൊക്കെയാണോ വിളിക്കുന്നത് ഇതിനകത്ത്? ഷെയ്ഖിന്റെ ബർത്ത്ഡേ പെട്ടെന്ന് സെറ്റ് ആക്കിയതാ. ഷെയ്ഖ് എംആർസി തുടങ്ങിയ TV KV ഒക്കെ അറിയൂ? അടുത്ത പ്രശ്നമാവും. ഇതേത് ഷെയ്ഖ്? ഓ ഇതിനകത്തൊരു ഷെയ്ഖ് ഉണ്ടല്ലേ? പണ്ട് മുതലേ ഉള്ളൊരു ഷെയ്ക്കാണ് ഇത്. ആണല്ലേ? അപ്പോ അവന്റെ ബർത്ത്ഡേ അവനെ അവൻ മുന്നേ ഉണ്ടായിരുന്ന അവിടെയാ പിള്ളേര് അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ നമ്മള് വിഷ് ചെയ്യണോ? നമ്മള് വിഷ് ചെയ്തിട്ടില്ല. അതായത് അവരൊന്നും ഒരുമിച്ച് പാട്ടൊക്കെ പാടണോ? പാട്ടൊക്കെ പാടണമെങ്കിൽ ആ സൈഡില് ഇത് ഒരു വണ്ടിയൊക്കെ വെച്ച് പഞ്ചവർണ്ണം തൃക്കാവടിയോ? സെറ്റ് വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല എന്റെ കാര്യമുള്ള. ഹാപ്പി ബർത്ത്ഡേ തെറാപ്പിയോ? അതുപോലെ ഇപ്പൊ ജോണി മാമന്റെ കൂടെ നടന്നിട്ടേ ജോക്കി മാമന്ന് വിളിക്കാൻ തോന്നുന്നു. ഞാനാണ് വിളിച്ചോണ്ടല്ലോ. ഞാൻ നിന്റെ കല്ലെടുത്ത് മുഖത്തരയ്ക്കുവേ. ഞാൻ ഇയാളെ എന്നെക്കാളിലും പ്രായം കൊണ്ട് ചെയ്യാം. അതുകൊണ്ട് ഞാൻ അയാളെ അപ്പാന്ന് വിളിക്കുന്നേ. ബർത്ത്ഡേ പറഞ്ഞിട്ട് വേഗം. കാരണം നീ അങ്ങ് സുന്ദരനായി കേട്ടോ. ഇത് പണ്ട് ഗാങ് ഹൗസിൽ കയറി വാസുവിനെ അടിച്ചു മാറ്റിയ ജാക്കറ്റ് ഇല്ലടാ? എനിക്ക് തോന്നി കേട്ടോ ഇത് കണ്ടപ്പോ. ഇത് ഞാനും പണ്ടോട്ടിട്ടാ, പക്ഷെ അവനും പണ്ടോട്ടിടാ. മോനെ സുഖമാണോ? ഞാൻ ഈ കൊടിമരം ഈ മറ്റേ ക്രിസ്മസ് ട്രീ വരുന്ന കണക്കാണ് ദൂരെ നടന്നു വരുമ്പോ ഞാൻ ഊരിക്കളഞ്ഞാലും കാറിലും. ഇത് മറ്റേ ലേറ്റ് എത്തണ്ടല്ലേ രാത്രി കഴിഞ്ഞാല്? പിന്നെ രാത്രി കാത്തുമ്പോ നമ്മളുടെ വീട്ടിൽ സത്യം പറഞ്ഞ കറണ്ട് ഒന്നും ഇടാറില്ല. ഞാനിങ്ങനെ നടുക്ക് കയറി നിൽക്കും. വെളിച്ചടിക്കല്ലേ നല്ല രീതിക്ക്. ഓ നീ കൂടുതലങ്ങ് തമാശിക്കില്ല. ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒന്ന് കളിയാക്കിയതാ. അപ്പോഴൊരു യുദ്ധത്തിന് പോകുമ്പോൾ എന്ത് ചെയ്യും? യുദ്ധത്തിന് പോകുമ്പോ ഞാൻ ഷഡ്ഡി ഇട്ട് പോകും. ഞാൻ യുദ്ധത്തിന് പോകാറില്ല. ഞാൻ വിരമിച്ചല്ലോ നീന്നൊക്കെ. ഇതെന്താണ് കാർലോ ഒരു 3-4 പെമ്പിള്ളാർ നിരന്ന് നിൽക്കുന്നത്? അവര് മറ്റേ വെൽക്കം ഈ അപ്പാപ്പൻ എന്ത് ഇങ്ങനെ വെൽക്കം ഒന്നും വേണ്ടി? നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഒരു അപ്പാപ്പൻ ഉണ്ടായിരുന്നല്ലോ. അയാൾക്ക് എവിടെ പോയെന്നോ എന്തോ അവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം നടുക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്തി വാങ്ങിക്കണോ? തട്ടി കിട്ടോ അതിന്റെ ഇടയ്ക്ക്?
ഇത് മറ്റേ നീയല്ലിയോടാ പെമ്പിളാരെ കുറിച്ച് അപവാദം പറഞ്ഞു നടക്കുന്നവനെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. മോന്റെ പേരെന്താ? ടീഷർട്ട് കാർലോ, അവന്റെ ടീഷർട്ടിൽ ഇതൊക്കെ ഗ്യാങ്ങിനെതിരല്ലേ? ഇതൊക്കെ ഗ്യാങ്ങിനെതിരല്ലേ കാർലോ? ഇതൊക്കെ ആ ടീഷർട്ട് നോക്കാം, അവന്റെ ആ കറുത്ത ടീഷർട്ട്. ആ അപ്പൊ ഇതിപ്പോ കേക്കൊക്കെ മുറിച്ചിട്ട് ഇതിപ്പം എടി കേക്ക് എന്തി എങ്ങനെ പോയി എങ്ങനെ മാറി നിക്കണു? നാണോണോ അയാൾക്ക്? പിണങ്ങു ഇയാള്. എന്റെ പൊന്ന് കേക്ക്, ഒരു ബർത്ത്ഡേ പോയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് വിഷ് ചെയ്തൂടെ? നിങ്ങൾ അങ്ങോട്ട് കേക്ക് മാറിപ്പോയി ഇതിപ്പോ ഞാൻ മുറിച്ച് തിന്നണോ കടിച്ചു തിന്നണോ? നക്കി തിന്നാൻ ഞാൻ നിന്റെ കൂട്ട് പട്ടിക്കുട്ടിയല്ല. ഇത് നമുക്കെന്നാ അപ്പൊ നമുക്ക് തെറിച്ചാലോ? പറഞ്ഞിട്ടോ കേക്ക് ഇങ്ങോട്ട് വന്നേ. കേക്ക് ഇനി വിഷ് ചെയ്തിട്ടല്ലോ ചെറുക്കനെ. അമ്മ യാസ്മിൻ ഇങ്ങോട്ട് വാ. യാസ്മിൻ ഇതെന്തോ പിങ്ക്, ഇതെന്ത് പിങ്ക് വണ്ടിയൊക്കെ ഇത് കൊടുക്കുന്നേ? പുള്ളിക്ക് ഇനി കേക്ക് കിട്ടിയില്ല വരത്തില്ല. ഞാൻ ഒരു പീസ് മുറിച്ചോണ്ടോ നക്കി തിന്നാന്നും പോയല്ലേ. യാസ്മിനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കേക്ക് എന്ത് ഇങ്ങനെ കേക്ക് എന്തോ ഒരു ഒറ്റപ്പെടൽ ഫീലിംഗ് ഉണ്ടല്ലോ അല്ലേ? അവര് ബർത്ത്ഡേ വെടി പൊട്ടിക്കുന്നതായിരിക്കും. ഇത് ആകാശത്ത് പോയി പൊട്ടുന്നുണ്ടോ? പൊട്ടുന്നുണ്ട് കേട്ടോ യാസ്മിനെ, പൊക്കി നോക്ക്. അത് കൊള്ളാം കേട്ടോ, നല്ല കളർഫുൾ പടക്കങ്ങൾ. ഇതിനെ നമ്മുടെ നാട്ടിലൊക്കെ വേണമെന്നാ പറയുന്നത്. നമ്മളൊക്കെ എന്ത് വിലയാണെന്നറിയോ ഇവിടെ പടക്കത്തിനൊക്കെ? ദീപാവലി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കാൻ പറ്റത്തില്ല. ഇയാൾ കുണുങ്ങി വരും. കേക്കേ മുകളിലോട്ട് നോക്കൂ, വാണം കണ്ടോ? ഓ എന്റെ പൊന്ന് കേക്ക്, നിങ്ങളിങ്ങനെ മറ്റേ കൊറിയൻ ചൈനീസ് പടക്കം എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ഇനി വാണം എന്നാ പറയുന്നത്. വാണം എന്താണ് വാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പൊ വന്നേട്ടോ, അപ്പൊ നമുക്ക് കേക്ക് കിട്ടിയായിരുന്നോ? കേക്ക് മുകളിലോട്ട് നോക്കൂ, വാണം. എന്നെ സമ്മതിക്കണം കേട്ടോ, എനിക്ക് ഭയങ്കര കഴിവാട്ടോ ഈ കാര്യത്തിലൊക്കെ. അൺലോക്ക് ഒക്കെ ചെയ്യാൻ കേക്കേ. ഓ ഞാൻ ഫ്രണ്ടിൽ കയറി ഇരുന്നിട്ട് യാസ്മിൻ്റെ കൂടെ ബാക്കി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നോക്കി നിന്നത് മരത്തെ. അല്ല ഈ എന്റെ പൊന്നെ യാസ്മിനെ വേണ്ട കേട്ടോ. അപ്പാപ്പനെ എടുത്തിരിക്കുന്നത്. യാസ്മിൻ ഇരി എന്തുവാ യാസ്മിൻ ഇതൊക്കെ? ജോഗിക്കല്ലെങ്കിൽ പണ്ടത്തെ ഒരു ഇതില്ല. ജോഗി പണ്ട് തന്നെ യാസ്മിനെ കളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ എന്റെ പൊന്നി യാസ്മിനെ ഞാൻ യാസു എന്ന് വിളിക്കണമെങ്കിൽ യാസു എന്ന് വിളിക്കാം. യാസുവിന്റെ പിണക്കം മാറിയില്ലേ? എന്റെ പൊന്നെ ജോണി പാപ്പന്റെ മാപ്പ് നോളജ് ഇല്ലാന്നൊക്കെ പറയും. ഇയാൾക്ക് എന്ത് സ്പീഡ് പേടിയാണ്? ഇയാൾ സിറ്റിയെ വർപ്പിക്കുന്ന മറ്റേ വലിയ കൊണാണ്ടറില്ലയോ? ഇയാൾക്ക് 300 അപ്പാപ്പാ അങ്ങോട്ട് കയറ്റിയാണ് അപ്പാപ്പ നിങ്ങൾ സ്പീഡ്. പിന്നെ ഇയാളിങ്ങനെ പേടിച്ച് കാണിച്ചു കൂടാ പാപ്പ. ഇയാള് കണ്ടോ? അപ്പാപ്പ കണ്ടോ? 10-20 കിലോമീറ്റർ സേവ് ആക്കി. കേക്ക നിങ്ങളെ പിടിച്ചിരുന്നോണം കേട്ടോ. നിങ്ങൾ പിടിക്കുന്ന സമയത്ത് അപ്പാപ്പന്റെ എന്റെ പൊന്നിലേക്ക് ജീവിതം കുറച്ച് സിമ്പിൾ ആയിട്ട് എടുക്കും. നിങ്ങൾ എല്ലാം ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കില്ലേ? പേടിയാണെങ്കിൽ പേടിയാണ് പറയണ. ഹേ ഇയാള് ചുമ്മാ കിടന്നിട്ട് കണ്ടോ അപ്പാപ്പ കൊണ്ട് ഇറക്കിയത് കേട്ടോ. മാപ്പ് പോലും നോക്കാതെ പുള്ളിക്കാരൻ കറക്റ്റ് ആയിട്ട് ഡ്രസ് സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി. 3.5 കിലോമീറ്റർ അപ്പുറമുള്ളത് മാർക്ക് ചെയ്ത് നോക്ക് കുണുങ്ങി. ഇനി ഇത് അഴിച്ചിട്ട് അടുത്ത കോട്ട് ഇങ്ങോട്ട് വന്ന് കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വന്ന് യാസ്മിനെ പറഞ്ഞു കൊടുക്കേ.
പറഞ്ഞ് നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയി കേട്ടോ. സബുരിന് 4000 കോടി കിട്ടിയില്ലെങ്കിൽ എന്താ, നമുക്ക് പമ്പും കിട്ടി 30,000 കോടിയും കിട്ടി. അതും കിട്ടി. അത് ഇനി രേഖയിലാക്കും. ഈ രേഖയൊക്കെ ആക്കാൻ വലിയ പാടൊന്നുമില്ല, അത് നമുക്ക് നാളെ ആക്കാം. ആ കൊച്ചെന്തായാലും നമ്മുടെ കൂടെ തോന്നിയില്ല. പിന്നെ എന്റെ അടുത്ത് പുറകെ ഇരിക്കാൻ പറഞ്ഞത് കേട്ടാ. എന്നോട് വന്നിട്ട് പറഞ്ഞു കേട്ടോ, അയാൾക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, നിങ്ങളെ മാത്രം വിളിക്കാൻ. യാസു അതാണ്ട ഇയാള് എന്ത് ഇയാള്. എടാ പെമ്പിള്ളാരുടെ ലെഗിൻസ് എടുത്തിട്ടാ പോയി പാന്റ് എടുത്തിട്ടോ. അപ്പൂപ്പന്മാരോ? ഞാനൊരു കാര്യം പറയട്ടെ, സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു ഫാഷൻ ഐക്കൺ അറിഞ്ഞ കണ്ണേരൊരു കണ്ണാടി, ഇതെന്താ ഷർട്ട്, ഇയാളൊന്ന് തിരിഞ്ഞു നിന്ന്, ഇയാള് രജനീകാന്ത് അല്ല, ഇയാളൊന്ന് തിരിഞ്ഞു നിൽക്കേ, ഒന്ന് തിരിഞ്ഞു നിൽക്കയാള്. അല്ല ഒന്ന് തിരിഞ്ഞു നിൽക്കയാള്, ഒന്ന് തിരിയുന്ന്. ഇതിപ്പോ ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റുമോ? ആണാന്ന് പോലും പറയത്തില്ല, പെണ്ണാണോ അത് അതുമല്ല. നിങ്ങളൊന്ന് പോയി മാറ്റിയാണ് പച്ച പാന്റും മഞ്ഞ ഷൂസും കറുത്ത ഷർട്ടും ഒന്ന് പോയി മാറ്റി കേക്ക്. ഇത് എന്തുവാ ഇത്? ഒരു ഫാഷൻ സെൻസും ഇല്ല, നടക്കുന്നു നോക്ക്, കുണുങ്ങി. അപ്പൊ പറഞ്ഞു വന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സെൻസിബിലിറ്റി ഉണ്ട്. എനിക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പി ആയിട്ടിരിക്കുമെന്ന്. അതല്ല ഞാൻ കാര്യം പറയട്ടെ, സിറ്റി പറപ്പിക്കുന്ന വലിയ ബിസിനസ്മാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പൊ നോക്കിയോടെ മഞ്ഞ കോട്ടിട്ട് മറ്റേ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന മറ്റേ ഡ്രസ് മാറി ചേരുന്നുണ്ട്. പക്ഷെ അങ്ങനെ നോക്കി ഡ്രൈവറോ ഈ ഊരെ നമ്മുടെ പോകുമ്പോ യാസ്മിനി ഡ്രസ് മാറിക്കൊണ്ട് വരുന്നത് എന്തിനാണ്? യാസ്മിനി നമ്മളൊന്നും പറയുന്നില്ല, പറഞ്ഞില്ല നല്ല ഡ്രസ്സാന്ന് പറഞ്ഞു. ഇവർക്ക് രണ്ടുപേരും കറുപ്പും ഇട്ടുണ്ട്. ഇയാൾക്ക് ഒരു ഡ്രസ്സിങ് സെൻസും ഇല്ല. നിങ്ങൾ കഴിഞ്ഞ ജന്മം പോലെ കരടിയോ കാക്കിയായിരുന്നു എപ്പോഴും ഈ കറുപ്പ്. ഞാൻ അത് യാസ്മിൻ എന്താണ് മറ്റേത് ചേരുന്നുണ്ടായിരുന്നല്ലോ. മറ്റേത് ഭയങ്കര ഷോർട്ട് ആയിട്ട് തോന്നി എനിക്ക്. എവിടെയെങ്കിലും പോയിരുന്ന ഓഫീസിലാവുമ്പം കുഴപ്പമില്ലല്ലോ. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് നമ്മളെ പോലെ മുണ്ടൊക്കെ എടുത്തോണ്ട് നടന്നുകൂടി? മുണ്ട് ഞാൻ എടുക്കാറില്ല, അതാണ് ആക്ച്വലി. നമുക്കൊരു ചേഞ്ചിന് വേണ്ടി മുണ്ടാക്കിയാൽ ഒരു വെള്ളമുണ്ട്. ഇയാളിങ്ങോട്ട് വന്നാണ് കേക്ക്, നിങ്ങളിങ്ങോട്ട് ഇത് എന്ത് നിങ്ങളിങ്ങോട്ട് വന്ന് എന്റെ പൊന്ന് കേക്ക്, നിങ്ങളിങ്ങോട്ട് ഞാൻ പിണങ്ങി പോയി. നമ്മള് കേക്ക് ഫ്രണ്ട്ഷിപ്പിന് വില ഇടരുത്. നമ്മുടെ വിഷു ഓണം ഒക്കെ വരുവാണ്. ഇപ്പഴും ഫ്രണ്ട്ഷിപ്പിന് വില ഇടരുത്. തള്ള നീങ്ങ ഇങ്ങോട്ട് വാ കേക്ക്. നിങ്ങൾ യാസ്മിൻ ഒന്ന് പറഞ്ഞു കൊടുത്തു പോയിട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് വാ കേക്ക്. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നടക്ക് കേക്ക്. ഒന്ന് നിങ്ങൾക്ക് നിങ്ങളൊന്ന് നാണോ നിങ്ങൾക്ക്? നിങ്ങൾ ഇങ്ങോട്ട് നടക്ക്. പോ കേക്ക് പോ കേക്ക്. നിങ്ങൾ ചുമ്മാ ഇതുമാതിരി ഇങ്ങനെ ഞാൻ വേറെ ഡ്രസ് ഇട്ടാ മതിയോ? കുറച്ചുകൂടി ലൂസ് ആയിട്ട് എനിക്ക് ഇഷ്ടമല്ല. അങ്ങോട്ട് ബൈ അങ്ങോട്ട് 469 ലെഗ് 469 ഇതൊരുമാതിരി ഊട്ടി പോയ രേവതി കണക്കിരിപ്പുണ്ട്. അത് വേണ്ട എന്നാ മുന്നിൽ മറക്കുകയാണെങ്കിൽ കാണാം. 469 എന്റെ പൊന്നെ കേക്ക്, നമ്മളെ ഒന്ന് മുടുക്ക് കേക്ക് ഒരു മുണ്ടൊക്കെ. ഇത് എന്തുവാ ഇത്? 469 കേക്ക് സാരി ഉടുക്കാനോ? വെള്ള എടുത്തേ കേക്ക്. കേക്ക് മറ്റേ ഷർട്ടൊന്ന് മാറ്റി. ഐശ്വര്യം നോക്കി, ഷൂസും കൂടെ മാറ്റണം കേട്ടോ. എന്തൊരു ഐശ്വര്യം നോക്കി നിങ്ങൾ. ഇത്ര ഇയാളെവിടെ പോന്നു? പൊന്നിയൊക്കെ ഈ ചുരിദാറൊക്കെ ഒന്ന് മാറ്റും. ആ മുണ്ടൊന്നിട്ട് കൊടുക്ക്. നെഞ്ചൊക്കെ ഒന്ന് ശരിയാക്കി. യാസ്മിനെ അങ്ങോട്ട് നോക്കി. യാസ്മിനെ നമ്മുടെ പുതിയ വെർഷൻ 4.0 കേക്ക്. ഈ പെണ്ണെന്തു ഇടയ്ക്കിടയ്ക്ക് ഒരു നിക്കറ് മാറുന്നേ. ഒരു മലയാളം ഈ ഗ്ലൗസ് ഇട്ട് നടക്കുന്നത്. ഇയാൾ എന്ത് ഇത് ഇതൊക്കെ എടുത്ത് കള. കേക്കയുടെ പേര് മാറ്റിയിട്ട് നമുക്ക് തൽക്കാലം മുണ്ടെടുക്കുമ്പോ കനകൻ ഇട്ടാലോ? ഞാൻ മുണ്ടിപ്പോ മാറ്റിയേ. എന്തിന് ഫ്രണ്ട്ലി ആയിട്ട് വിളിക്കുന്നതല്ലേ കേക്ക് കനകൻ? എനിക്ക് എന്റെ പേരിന് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പേര് പറയാറില്ലല്ലോ. കേക്കല്ലേ പറയുന്നേ. അതാണ് എന്റെ പേര്. അതുകൊണ്ടാണ് നാട്ടുകാർ ഓരോന്ന് അത് പൂരിപ്പിക്കുന്നത്. അത് ഓരോ കേട്ട ആൾക്കാർ വല്ലതും പൂരിപ്പിക്കും. അവിടെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം കേട്ടാ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാ? ഷർട്ടും കൊണ്ട് കൊടുത്തൊരു മാലയും കൂടെ ഇട്ട് കഴിഞ്ഞാ ടിവിയുടെ നീലനായി. മാല ഇടണ്ട കേട്ടോ, മാല ഇടണ്ടേ.
ഹെൽമെറ്റും കൂടി ഊരിക്കോ. ഹെൽമെറ്റ് വേണ്ട കേട്ടോ. പിന്നെ ഇത്രയും ഡ്രസ് മാറ്റണോ? നിങ്ങൾക്ക് തോള് ജയിച്ച് നടക്കറിയോ കേക്ക്? പിന്നെ ഇല്ല ഇഷ്ടിക അപ്പുറത്ത് വെച്ച് കൊടുക്കണം. അപ്പഴേ ചരിയത്തുള്ളൂ. ഇയാളുടെ ഒന്നും നല്ല ചരിയത്തൊന്നും ഇല്ല. റോബോട്ട് നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാളെന്തുവാ രാവിലെ ഇല്ല കുളിപ്പിച്ച് അമ്മമാര് മറ്റേ ചുണ്ടത്ത് മറ്റേ സാധനം ഇടുന്ന കണക്ക് കവള് രണ്ടും കണക്ക് ഇതായിട്ടിരിക്കുന്നേ, ചുമന്നിരിക്കുന്നേ. അപ്പാപ്പ ഇങ്ങോട്ടൊന്ന് വന്നേ അപ്പാപ്പ. കേക്ക് ഇപ്പൊ വരാവേ. ഒരു സെക്കൻഡ്. എന്തോ പറഞ്ഞാൽ കേൾക്കും. ഇയാളൊരുമാതിരി ഒരു സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലല്ലോ ജോക്കി ഇയാൾക്ക്. ഇയാളാണ് ചിലപ്പോ നമ്മളെ കൊണ്ട് ഇഷ്ടമുള്ളതായിരിക്കും അപ്പൊ നമ്മള് പുള്ളിക്കാരൻ നമ്മള് മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് എന്ന് ഇതിൽ കൂടെ മനസ്സിലായില്ലേ? ഇതിപ്പോ തെളിഞ്ഞല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എന്തുവാ പാമ്പ് കയറുമോ മുണ്ടിന്റെ ഇടയിൽ കൂടെ? അപ്പൊ ഇത്ര പേടിക്കാൻ. ഞാൻ സ്റ്റേറ്റ്സിലായിരുന്നു. സ്റ്റേറ്റ്സിലുള്ളവർ മുണ്ടെടുക്കത്തില്ലല്ലോ. തമിഴ്നാട്ടിലെങ്ങാനും ആയിരിക്കും സ്റ്റേറ്റ്സ്. ഇയാൾ സ്റ്റേറ്റ്സിൽ പിടിച്ചിട്ടുണ്ട്. അപ്പാപ്പന് തോന്നുന്നുണ്ട്. തോന്നുന്നില്ല. പിന്നെ മധുര യൂണിവേഴ്സിറ്റി കാമരാജ് യൂണിവേഴ്സിറ്റി അങ്ങനെ പഠിച്ചിട്ട് ഡിഗ്രി എടുത്തിട്ട് വന്നിട്ട് കേക്കെയാന്ന് ഞാനൊരു കാര്യം. കനകരാജ് കൊള്ളാല്ലേ? കനകൻ ഇതൊക്കെ ഇൻസ്റ്റന്റ് വരുന്നില്ലേ അപ്പൊ? ഇതൊക്കെ ഒരു കേയും കൂടെ ഒറ്റയ്ക്ക് എന്തെങ്കിലും കിട്ടും, വഴിയെ കിട്ടുമായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, യാസ്മിൻ പോയപ്പോ ഉടനെ എടുത്ത് ഇയാള് ഫോൺ എടുത്ത് കണ്ടോ? ഇയാള് ഇനി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അവിടെ വെയിറ്റ് ചെയ്യും. ഇല്ലാത്ത കോളും വിളിച്ചോണ്ടിരിക്കും 10 മിനിറ്റ്. ഒരു മിനിറ്റ്. എല്ലാരും കത്തിപ്പോ, ഞാൻ പോയില്ല. അപ്പൊ ഞാനൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപ്പാ, നമുക്കിപ്പോൾ ആണെങ്കിൽ പമ്പും കിട്ടി, 10,000 കോടി നമ്മുടെ ബിസിനസ്സിനും കിട്ടി. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ നമ്മുടെ ഈ ബുദ്ധി കൂടിയ ടീമുകളാണ് നമ്മൾ. മനസ്സിലായോ? ഈ ഇത്രയും ഡീലൊക്കെ ആക്കി എടുക്കാൻ പറ്റൂ. ആ സബ് ഗുരുവിനെയും കൂടെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് സെറ്റ് ആക്കിയിട്ട് സത്യം ഇത് നമ്മളാണെങ്കിൽ ആ ബീച്ചിൽ കൊണ്ടുപോയിട്ട് 2 സംസാരിച്ച് ഇമോഷണലി ഒന്ന് ഇതാക്കി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ സെറ്റായി. മനസ്സിലായോ? ഇത് ഇനി സാബ് ഗുരുവിനെയും കൂടെ എന്തെങ്കിലും പോയി പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഒരു 10,000 കോടി നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു ബിസിനസ്. നമ്മൾ ഇങ്ങനെ കുറച്ച് പേരെ അധികം അടുത്ത് നിർത്തിയിട്ട് അങ്ങനെ ഏതോ ഒരാളുണ്ട്. അത് വേണ്ട, അയാളെയും കൂടെ പറഞ്ഞിട്ട് ഒന്ന് സെറ്റ് ആക്കാം. അയാൾ സിറ്റി അധികം വരാറില്ല, അയാളെയും കൂടെ നോക്കാം. അപ്പൊ ഇതും കിട്ടും നമുക്ക്, മറ്റേ സാബ് ഗുരുവിന്റെ എന്നുള്ള സാധനവും കിട്ടും. മനസ്സിലായോ? നമ്മള് ബിസിനസ്സുകാരന്മാരാണ് കേട്ടോ, ബിസിനസ്സുകാര്. ഈ പമ്പ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ബോർഡും വെക്കും. മറ്റേ ഇത് ആ ഫ്രണ്ടിൽ തന്നെ ഒരു ഇത് വെക്കും. പുള്ളിക്കാരന്റെ പേര് കനകൻ എന്ന് മാറ്റിട്ട് കനൽ കണ്ണൻ ഇട്ടാലോ? എന്തൊരു പേര്, മിസ്റ്റർ കനൽ കണ്ണൻ. കനകൻകുട്ടൻ എന്തോ ഉണ്ട് ഇയാൾക്ക് പേര്. കനകക്കുട്ടനാ? കനകൻകുട്ടൻ. പക്ഷെ പാവമുണ്ട് കേട്ടോ. അതാണ്, അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ പറയുന്നല്ലേ. അതിനൊന്നും ഇപ്പം നമ്മളിങ്ങനെ പറയാറുണ്ട്. മനുഷ്യൻ പാവമാണ്. മറ്റേ ഇയാളെന്തുവാ ഇയാള് അച്ചായം വല്ലോ? നിങ്ങൾ എന്തുവായി കാണിക്കുന്നത്? നിങ്ങൾ കക്ഷാൻ കീറിയിരിക്കുന്നോ? നിങ്ങൾക്ക് നോക്കുമർമ്മൊക്കെ അറിയാല്ലേ? നിങ്ങൾക്ക് നോക്കുമർമ്മൊക്കെ അറിയാല്ലേ? എന്താ ഒന്ന് മുന്നിൽ നോക്കുകയാണില്ല, മുന്നിൽ മാറണേ എനിക്ക് നോക്കാമല്ലോ. അയ്യോ എന്റെ മോനെ, 10 ദിവസം ഞാൻ ഇരുന്നിച്ചിരിക്കും കേട്ടോ. അല്ല സത്യമായിട്ടും പറഞ്ഞു, എനിക്ക് നോക്കണ്ടേ. അപ്പൊ പോയോ? അല്ല ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് ക്രിമികടി കൃഷ്ണകുമാർ. പുള്ളിക്കാരനെ അറിയാവോ? എന്റെ പൊന്നെ കേക്കെ, ഞാൻ പറഞ്ഞതാ നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് ക്രിമികടി കൃഷ്ണകുമാർ. ഞാനൊരു കാര്യം പറയട്ടെ കേക്കെ, കാര്യം പറയട്ടെ. പുള്ളിക്കാരന്റെ കാര്യം ഭയങ്കര കോമഡിയാ. നേരെ വന്നിട്ട് പുള്ളിക്കാരനാണെങ്കിൽ ആദ്യം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മറ്റേ ആലിന്റെ ചോട്ടിലൊക്കെ ഇരുന്നിട്ട് അങ്ങ് ഒരപ്പ. പിന്നെ ക്രിമിഡി കാരണല്ലാതെ അയാൾക്കൊന്ന് ചുമ്മാ വട്ടുണ്ടോ ഇരുന്നിട്ട് ഉരയ്ക്കാൻ? അല്ല പല കാരണമുണ്ടല്ലോ. എന്തുവാ കേക്ക് ഇത്? നമ്മളെ ഒരു ഇതിൽ പറയുമ്പോ നിങ്ങളൊരു ഇതിപ്പോ പറയണ്ടായിരുന്നു. കേക്ക് അറിയോ? പുള്ളി അറിയോ? ഇല്ല. കേക്കല്ലേ നമ്മള് പറഞ്ഞപ്പോ മനസ്സിലായില്ലേ അങ്ങനെ ഒരാളുണ്ടെന്ന്. ക്രിമിക്കടി എന്താ കൃഷ്ണകുമാറോ? ക്രിമിക്കടി കൃഷ്ണകുമാർ ഇതൊക്കെ ഒരാളുണ്ടായിരുന്നു. സ്ലോ ആറ്റിറ്റ്യൂഡ് ഇട്ട് വരുന്നത് 2 എണ്ണം. അതാണ് ഒരു കൊച്ച് ഇതോ വരുന്നത്. അത് മിയ ഖലീഫ എന്ത് കട്ടല്ലോ, പക്ഷെ ഹിസ്റ്ററി വല്ല വെച്ചിട്ടുണ്ടോ? ഇത് വരുന്നു നോക്കി.
Joki, no. Hey, Mia. Hi. ഹായ് ഹായ് ഹായ്. എന്തുണ്ട് വിഷ്? ജോക്കി മിലിറ്ററി നമ്മളൊന്ന് പോയപ്പോ കണ്ടില്ലേ? ഓ യാ മിലിറ്ററി ഓപ്പറേഷൻ പോയപ്പോ അതൊന്നും ജോക്കി ഉണ്ടായിരുന്നില്ല കാണാൻ. മറ്റേ മിയയുടെ ചേട്ടനായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ Okay. എന്ത് വെളിയിലൊക്കെ അല്ല, മതിയടാ നിങ്ങൾ മതിയടാ interest പേരൊക്കെ കാരണം- മതിയടാ പേരൊക്കെ മതി പേരൊക്കെ മതി. കസുമാറ. എന്റെ പൊന്ന് യാസ്മിനെ ഉം. ഉമ്മാ. പറഞ്ഞോ. അപ്പാപ്പ യാസ്മിനെ നിന്ന് വിളിച്ച അപ്പാപ്പ. യാസ്മിൻ ഉം. യാസ്മിനെ അയ്യേ. അല്ല പിന്നെ ജോണി മാമ. പിന്നെ നീ ഇരുന്നിങ്ങനെ ഊമ്പെന്ന് പറയുന്ന കാര്യം പറയാ യാസ്മിൻ. ഇതെന്താണ് അല്ല ഈ ഞാൻ വിളിക്കുമ്പോ പൂളുന്നേ അത് ഷൂസ് ലോഡാവുന്നില്ല ആ ഷൂസിൽ നിന്ന് താഴെ ഇറങ്ങുക ഇവര് പോന്നില്ല. അപ്പാപ്പ മിയ വന്നപ്പോ പറഞ്ഞ മരക്ക കണ്ടോ? മിയയുടെ പേരെന്താ അറിയോ? വലിയ കക്ഷം മിയ. ഞാനതിനെ പറഞ്ഞേ കക്ഷത്തിൽ 2 കട്ടയെ വെച്ചോണ്ട് ഇറങ്ങി. ഓക്കെ ചിരിക്കാൻ പാടില്ല അപ്പൊ അയ്യോ ഇതൊക്കെ എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? എന്തുവാ യാസ്മിൻ ഇങ്ങനെ ഇരുന്ന് കളിയാക്കുന്ന യാസ്മിൻ? ഞാനാ ഇയാളെ ഇല്ല തിരുവാതിരക്ക് പോകുന്ന പെമ്പിള്ളാര് മേക്കപ്പ് ഇടുന്ന ഇത് എത്ര നേരമായി? ഇത് ഒന്ന് വരുവോടോ നിങ്ങള്? ഞാൻ ഡ്രസ് ഷോപ്പിൽ കയറി. അപ്രോപ്രിയേറ്റ് ഡ്രസ് അല്ലേ? ഒരു കലം കൂടെ മേടിക്കട്ടെ? ഒരേ കക്ഷത്ത് വെച്ചൊരു നാടോടി നൃത്തം കളിക്കാൻ. ഇതെന്ത് കോലം ഇത്? പൊന്നു കേക്ക് നിങ്ങൾ ആ പെണ്ണുങ്ങളെക്കാരും കഷ്ടപ്പെട്ടു. യാസ്മിനൊക്കെ ഇപ്പൊ 4-5 ഡ്രസ് ഇയാൾ ഒരെണ്ണം മേടിച്ചു. കലം കൂടെ വാങ്ങിക്കട്ടെ.